അങ്ങയുടെ രാജ്യം മനുഷ്യരുടെ വേദനകളിൽ അവരെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ, അങ്ങ് ആരാധിക്കുന്ന രോഗികളെ പരിഹരിക്കുവാനും ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാനും ആലംബത്തിനൊരു കർത്താണിയായി തീരുവാനും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ സ്ഥാപനം അങ്ങ് ആശീർവദിച്ച് ശുദ്ധീകരിക്കണമേ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെയും പരസ്നേഹത്തിന്റെയും പ്രതീകമായ സ്ഥാപനത്തെ ശുദ്ധീകരിക്കണമേ. കാരുണ്യപൂർവ്വമായ ശുശ്രൂഷ ലഭിക്കുവാൻ ഇതിൽ വസിക്കുന്നവർക്കിടയാവുകയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദരിദ്രനെ സഹായിക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. കഷ്ടതയുടെ കാലത്ത് കർത്താവ് അവനെ നയിക്കും. ഭൂമിയിൽ അവൻ അനുഗ്രഹീതനെന്ന് വിളിക്കപ്പെടുകയും ചെയ്യും. കർത്താവ് അവനെ രോഗശൈലിയിൽ സഹായിക്കുന്നവന് പൂർണ്ണ ആരോഗ്യം നൽകുകയും ചെയ്യും. കർത്താവിന്റെ സന്നിധിയിൽ നിത്യമായി അവനെ നിലനിർത്തുന്നു. ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എല്ലാവർക്കും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് ഉപേക്ഷിക്കണം. സത്യവും ജീവനുമായ അങ്ങയെ അനുഗമിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് വിളിച്ച കർത്താവെ, ആശ്വാസം തേടി കേൾക്കുന്ന എല്ലാവരെയും കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച കർത്താവെ, നിസ്വാർത്ഥമായ സ്നേഹവും ആത്മാർത്ഥമായ ശുശ്രൂഷയും വഴി അങ്ങയുടെ സജീവ സാക്ഷികളാകാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സ്ഥാപനത്തിന്റെ നിർമ്മിതിക്കായി സഹായ സഹകരണങ്ങൾ നൽകി എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സ്ഥാപനവുമായി ബന്ധപ്പെടുന്ന എല്ലാവരെയും അങ്ങയുടെ പരിപാലനയിൽ സംരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരോഗ്യ സംരക്ഷണത്തിനും ക്ലേശിതരുടെ ആശ്വാസത്തിനുമായി ഞങ്ങൾ ആരംഭിക്കുന്ന ഈ വലിയ യജ്ഞങ്ങളിൽ അങ്ങ് സംപ്രീതനാകണമേ. അങ്ങയുടെ മാതൃക അനുകരിച്ച് എല്ലാവരും ശുശ്രൂഷ ചെയ്യുവാൻ ഇവിടെ എല്ലാവർക്കും ശുശ്രൂഷ ചെയ്യുവാൻ ഈ സംരംഭം ഇടയാവുകയും ചെയ്യട്ടെ. വേദനയുടെ രക്ഷാകര മൂല്യം കണ്ടെത്തുവാൻ ഇതിലെ നിവാസികളെ അങ്ങ് സഹായിക്കണമേ. പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും ഞങ്ങൾ വളർന്നു വരട്ടെ. ഒടുവിൽ ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യഭാഗ്യത്തിൽ പങ്കുകാരാകുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാവുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവിശ്വസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പ്രിയപ്പെട്ടവരെ ഈ സ്ഥാപനത്തോടും നിങ്ങളോടും കൂടെ ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും.
നമ്മൾ കാണുന്ന ഒരു സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് എത്തുക എന്നത് വലിയ കാര്യമാണ്. ഒരു നാട്ടിൽ സ്ഥാപനം വരികയും ആ സ്ഥാപനത്തിലൂടെ മികച്ച സേവനങ്ങൾ സമൂഹത്തിൽ ലഭിക്കുകയും ചെയ്യുമ്പോൾ നാടിൻ്റെ ഏറ്റവും വലിയ പുരോഗതിയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു സ്ഥാപനമായിട്ട് ഈ സ്ഥാപനം മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇന്ന് നമുക്കറിയാം ചികിത്സാ സമ്പ്രദായത്തിൽ വലിയ ബാധ്യതകൾ വരികയാണ്. അങ്ങനെ വരുമ്പോൾ തന്നെ രോഗം പരാജിക്കാനും രോഗം വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചികിത്സിക്കാനൊക്കെ കഴിഞ്ഞാൽ രോഗം ഏറ്റവും നല്ല ആരോഗ്യത്തോടുകൂടി നമുക്ക് നിൽക്കാൻ പറ്റും. അത് സാധാരണക്കാരുടെ താങ്ങാവുന്ന രീതിയിലുള്ള ഒപ്പം തന്നെ നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യം നമുക്ക് ഏറ്റവും സുന്ദരമായ ഡോക്ടർ, ഏറ്റവും മികച്ചനായ ഡോക്ടർ നമുക്ക് ലഭിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സേവനവും കഴിവും ഈ നാടിന്റെ വികസനത്തിന് ഏറ്റവും കൂടുതൽ കരുത്തായി മാറ്റത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് ഉദ്ഘാടനം കഴിഞ്ഞ് ആശംസ പറയാനാണ് മേളത്തെ ക്ഷണിക്കുകയാണ്. ബഹുമാനായ ഈ സംരംഭത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ച കേരളത്തിൻ്റെതായ പറയ ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ സുധീരനായ പ്രവർത്തിക്കാൻ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിന്റെ പിന്നിലെ ഈ ഒരു സംരംഭം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച ചെറിയജനം വ്യാപാരി വ്യവസായിയുടെ ഹസ്ബൻഡ് സാമൂഹ്യ ഈ പ്രദേശത്തെ ഈ കല്ലുവയിലെ ഏറ്റവും പ്രിയപ്പെട്ടവര് ബഹുമാനര് ഞങ്ങളുടെ പേര്. നമുക്കറിയാം ഇങ്ങനെ കല്ലുവയിലെ എല്ലാ സംവിധാനങ്ങളുള്ള ഈ കല്ലുവയിൽ പ്രദേശത്ത് മുതിർന്നവരുടെ ക്ലിനിക്കിന്റെ ഒരു അഭാവം ഉണ്ടായിരുന്നു. എന്തുണ്ടായാലും ഡോക്ടറുടെ നല്ല മനസ്സും അതുപോലെ തന്നെ നല്ല മനസ്സിനെ ഒക്കെ കൊണ്ട് ഇങ്ങനെ ഒരു സംരംഭം കല്ലുവയിലൂടെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഇന്നു മുതൽ നമുക്കറിയാം നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് ആതുര സേവനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒന്നുകിൽ ഇരുത്തുകയോ അല്ലെങ്കിൽ ഉടുക്കലിനെയൊക്കെയാണ് ഇവിടെ നമ്മൾ പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് നമുക്കുള്ളത്. ഏറ്റവും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു ചെറിയ ഒരു അസുഖമോ എന്തെങ്കിലും പെട്ടെന്ന് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഓടി എത്താൻ പറ്റുന്ന ഒരു സ്ഥലം ഇരുത്തി ഉടുക്കലൊക്കെയാണ്. ഇപ്പോഴുള്ള ഒരു സാഹചര്യത്തിൽ ഇതുപോലൊരു ക്ലിനിക്ക് നമുക്കൊരു അത്യാവശ്യമായിരുന്നു. ഈ ഒരു ക്ലിനിക്കിന്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും നമുക്ക് അനുയോജ്യമായ സേവനം ഇവിടെ ലഭ്യമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു സേവനം ഇവിടെ തുടർന്ന് നമുക്ക് അടിയന്തര ഘട്ടങ്ങളിലൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ നല്ലവരായ നാട്ടുകാരുടെ സഹകരണമാണ് നമുക്ക് ഏറെ അനിവാര്യമായിട്ടുള്ളത്. അതിനുള്ള എല്ലാ പിന്തുണയും എല്ലാവിധ സഹായ സഹകരണങ്ങളും ഡോക്ടറോടൊപ്പം നമുക്ക് എല്ലാവർക്കും അതിനുവേണ്ട സഹായ സഹകരണം ചെയ്യേണ്ടതുണ്ട്. ഈ നല്ലവരായ നാട്ടുകാരെ ഇവിടെ ഒന്നിനും ഒരു കുറവില്ല. ഈ കല്ലുവൽ പ്രദേശത്തെ എല്ലാ ആളുകളും ഒറ്റക്കെട്ടായി എല്ലാ കാര്യങ്ങളിലും വളരെ നന്നായി സഹകരിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇതുവരെ കണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനുള്ള ഈ ഒരു സംരംഭത്തിനും എല്ലാവിധ സഹകരണവും കല്ലുവൽ പ്രദേശത്തെ ജനങ്ങളുടെ ഇടയിൽ നിന്നുണ്ടാകുമെന്ന് ആണ് എനിക്ക് ഡോക്ടറോടും ഇതിനോട് ബന്ധപ്പെട്ട ആളുകളോടും പറയാനുള്ളത്. എല്ലാ സഹകരണങ്ങളും ഉണ്ടാകും. പ്രത്യേകിച്ച് എല്ലാ നല്ല രീതിയിലുള്ള സേവനം ഡോക്ടറെ സംബന്ധിച്ച് നമുക്കറിയാം. മുൻകാലങ്ങളിൽ ഇന്ത്യയിലൊക്കെ സേവനം ചെയ്യുന്ന ഡോക്ടറാണ്. നമുക്ക് നല്ല സേവനം ഡോക്ടറുടെ ഭാഗത്തുനിന്നുണ്ടാവും. അതിനുള്ള എല്ലാ നല്ല രീതിയിൽ ഈ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പേരിൽ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഡോക്ടറെ, അതിന്റെ സ്റ്റാഫ്, പ്രിയ നാട്ടുകാര്, എന്തായാലും ഈ ഒരു സംരംഭം ഇവിടെ തുടങ്ങാൻ കാണിച്ച എല്ലാ നാട്ടുകാർക്കും ഇതിന്റെ ഡോക്ടർക്കും വ്യാപാരി സഹകരണ സമിതി കല്ലുവലി യൂണിറ്റിന്റെ എല്ലാ ആശംസകളും നേരുന്നു. ബഹുമാനപ്പെട്ട ഡോക്ടർ, നാട്ടുകാർ, നമ്മുടെ നാട്
സംബന്ധിച്ചോളം വളരെയധികം പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാനുള്ള ഒരു ആഗ്രഹം പൂർത്തിയായി. എന്നറിയാം, നമ്മുടെ ഇന്നത്തെ ചികിത്സാരംഗം നമ്മളെ സംബന്ധിച്ചോളം ഉൾപ്പെടുന്ന മേഖലയിൽ എത്തിപ്പെടാനും അതോടൊപ്പം നമ്മുടെ മെച്ചപ്പെട്ട രീതിയിലുള്ള ചികിത്സാ സംവിധാനത്തിൽ നമ്മുടെ നാട് വളരെയധികം പിന്നോക്കമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മേഖലയിലേക്ക് ഡോക്ടർ അതോടൊപ്പം ഡോക്ടർ ഈ സ്വന്തം കുറിച്ച് തിരഞ്ഞെടുക്കും. അപ്പം ഇതിൽ എല്ലാവർക്കും എന്റെ പ്രത്യേക അഭിനന്ദനങ്ങളും അതോടൊപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു. ആരെങ്കിലും ഡോക്ടറെ കാണണമെന്നുണ്ടെങ്കിൽ